സത്യത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ പിന്നെ വിദ്യാസമ്പന്നരായിട്ട് ചിന്തിക്കുന്നവരുടെ ഇടയിലെങ്കിലും വ്യത്യസ്ത ജാതികൾ തമ്മിൽ വിവാഹം കഴിക്കുക, വ്യത്യസ്ത മതസ്ഥർ തമ്മിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു പുരോഗമന കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് സ്വാഭാവികമായിട്ടും നവോത്ഥാന മൂല്യങ്ങൾക്ക് ഉള്ള ചില അതിൻ്റെ വിപ്ലവ ആശയങ്ങൾക്കുള്ള ചില തിരിച്ചടികളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർ കാസ്റ്റ് മാരേജസ് ആണെങ്കിലും ഇൻ്റർ റിലീജിയൻ മാരേജസ് ആണെങ്കിലും അങ്ങനെ വിപ്ലവകരമായിട്ട് എടുക്കുന്ന ഒരു മാനസികാവസ്ഥയല്ല വിപ്ലവം പറയുന്നവർക്കടക്കം ഉള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം കുറച്ചും കൂടിയും യാഥാസ്ഥിതികമാവുകയാണോ നമ്മൾ ആ കാര്യത്തിൽ എന്ന് മനസ്സുകൊണ്ട്, വിദ്യാഭ്യാസമുള്ളവർ കൂടി മനസ്സുകൊണ്ട് യാഥാസ്ഥിതികമാവുകയാണോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കേരളീയ സമൂഹം പ്രണയത്തെ പൊറുക്കാനാവാത്തൊരു കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കുന്നത്. വ്യത്യസ്ത ജാതിമതങ്ങളിൽപ്പെട്ടവരാകുമ്പോൾ അതിനെ ഏതു വിധേനയും ഇല്ലാതാക്കേണ്ട ഒരു വലിയ ഭീകരപ്രവർത്തനമായിട്ടാണ് പരിഗണിക്കുന്നത്. ഈ ഒരു പൊതു പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ ലവ് ജിഹാദ് വിവാദം കത്തിപ്പടർന്നത്. വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയൊന്നും നടക്കുന്നില്ലെങ്കിലും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നിട്ടുള്ള ഒന്നാണ്. അതിന് ഇത്തരത്തിലുള്ള ഒരു ഭാഷ്യം ചമച്ചത് ഇപ്പോൾ മാത്രമാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ അറിവിൽ തന്നെ ഹിന്ദു യുവാക്കന്മാർ ക്രൈസ്തവ യുവതികളെയും മുസ്ലിം യുവതികളെയും വിവാഹം കഴിച്ച സംഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കോലാഹലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കണം നമ്മൾ കേൾക്കണില്ല, ഒരിക്കലും അങ്ങനെ നടക്കണില്ല. എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു മറ്റേ ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം യുവാവ് ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടിയെ അല്ല ഒരു ഹിന്ദു യുവാവ് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ സമൂഹം അനുവദിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വൺ വേ ഫ്ലോ ആണ് ഇത്, മറ്റേ രണ്ട് തരത്തിലുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് സഹിഷ്ണുത ഉണ്ടായേനെ. മുസ്ലിങ്ങൾ സമുദായത്തിൽ നിന്ന് ഏറ്റവും അധികം മാർക്ക് വാങ്ങി SSLCയും തുടർന്നുള്ള പരീക്ഷയും പാസ്സായ നഗരത്തിലെ അറിയപ്പെടുന്നൊരു ഡോക്ടറുടെ മകൾ, ആ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം വളരെ അഭിമാനത്തിലായിരുന്നു. പല സ്റ്റേജിൽ ആ കുട്ടിയോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതിന് അവാർഡ് കൊടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും. പക്ഷേ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടി ഒരു ക്രിസ്ത്യൻ യുവാവുമായി പ്രണയത്തിലാവുകയും ആ കുടുംബത്തെ തോരാത്ത കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്നും ആ ക്രിസ്ത്യൻ യുവാവിൻ്റെ ഭാര്യയായി തുടരുകയും ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഞാൻ ഇതിനെ തുടർന്ന് ഒരു പത്രം, മുസ്ലിങ്ങളുടേതായ ഒരു പത്രം ഒരു കണക്കെടുത്തപ്പോൾ ഈ താമരശ്ശേരി ബെൽറ്റിൽ നിന്ന് മാത്രം 3 മാസത്തിനകം 300 ചില്ലാനം മുസ്ലിം പെൺകുട്ടികൾ ക്രൈസ്തവരുടെ കൂടെയോ മറ്റുള്ളവരുടെ കൂടെയോ ഓടിപ്പോയിട്ടുണ്ട്. ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും മതപരിവർത്തനം ചെയ്യാൻ പറയില്ല. അതാണ്. അപ്പോൾ അത് അവർ ആ കുട്ടിയുടെ മതവും ഇയാളുടെ മതമായിട്ട് കൊണ്ടു നടക്കും. അങ്ങനെയുള്ള ഒരു സഹിഷ്ണുത ഉണ്ട് ഇവർക്ക്. അതുപോലെ ക്രിസ്ത്യൻ യുവാവാണ് ഒരു മുസ്ലിം കുട്ടിയെ കഴിക്കണമെങ്കിൽ അവർക്ക് ആ ഒരു സഹിഷ്ണുത ഉണ്ട്. പക്ഷെ ഇസ്ലാമിൽ വരുമ്പോൾ ആ സഹിഷ്ണുത കാണുന്നില്ല. മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് നിരക്കാത്ത ഒന്നാണ് മതപരിവർത്തനം. അത് സംഘടിത രൂപത്തിൽ ബലം പ്രയോഗിച്ച് ചതിയിലൂടെയാണെങ്കിൽ അത് ആഭാസകരവും. ഇപ്പോൾ ഈ വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുമ്പാണ് മലയാള മനോരമയിലെ പ്രമുഖനായ ഒരാളുടെ മകൻ ISIയുടെ, പാകിസ്ഥാനിലെ ISIയുടെ എന്ന് പറയുന്നു അധീപൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു. അതിനെ ലവ് ജിഹാദ് എന്നോ ലവ് ക്രുസൈഡ് എന്നോ ആരും വിളിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതുപോലെ ഈ വിവാദം നടക്കുന്ന കാലത്ത് തന്നെയാണ് ജന്മഭൂമിയിൽ നിന്ന് ഒരു ലേഖികയെ പറഞ്ഞു വിടുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ആ കുട്ടി കല്യാണം കഴിച്ച് ക്രിസ്തു മതത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചില സെലക്റ്റീവായിട്ട് അതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, ഈ പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല.
അത് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ പ്രേമിക്കുന്നുണ്ട്, അത് ജാതി മതവും നോക്കാതെ പ്രേമിക്കുന്ന ആളുകളുണ്ട്. മറ്റ് സമുദായക്കാരും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു ചെറുപ്പക്കാരെ പ്രേമിച്ച് കല്യാണം ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്, മറിച്ചുമുണ്ട്. ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റേലേക്ക് മതം മാറ്റാൻ ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നതായിട്ട് സത്യത്തിൽ എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. ക്യാമ്പസുകൾ നടക്കുന്ന പ്രണയവിവാഹത്തെ പറ്റിയും ഒക്കെ അവിടെ ഒരിക്കലും മുസ്ലിം ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ ഹിന്ദു ആണെന്നോ നോക്കിയിട്ടല്ല അവിടെ പ്രണയിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഇഷ്യൂ ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് പ്രണയം അല്ല എന്നുള്ള രീതിയിൽ പോലീസിനും അല്ലെങ്കിൽ മറ്റാളുകൾക്കും മനസ്സിലായി. ഇത് ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടു, അതിലൂടെ എന്നെ ഇഷ്ടപ്പെട്ടു, ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ വേറൊരു രീതിയിലേക്ക് തിരിക്കാനും ശ്രമിച്ചിട്ടുള്ളത്. അത് ഇതിനു മുമ്പ് ഒരുപാട് പ്രണയവിവാഹങ്ങൾ നടക്കാറുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. അതിനെ ഒന്നും ലവ് ജിഹാദായിട്ട് കണക്കാക്കിയിട്ടില്ല. മറിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് 10-30ഓളം പുസ്തകങ്ങൾ, ഇതെല്ലാം കോടതി ഇരിപ്പുണ്ട്, ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. 10-30ഓളം പുസ്തകങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് ഇവർ തന്നെ സ്വന്തം തയ്യാറാക്കിയ നോട്ട്സ്, ഇവരുടെ സ്വന്തം കൈപ്പടയിലുള്ള കാര്യങ്ങൾ എല്ലാം സ്വന്തമായി ഒരു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചതുമല്ല. നിർബന്ധപൂർവ്വം ഉള്ളതാണല്ലോ ആക്ഷേപം എന്ന് പറയുന്നത്. നിർബന്ധം ചെയ്യിപ്പിച്ചാൽ സ്വയം മനസ്സാരെ അവർ നടത്തിയ പഠനങ്ങളും കാര്യങ്ങളുമാണ് കോടതിക്ക് മുമ്പിലിരിക്കുന്നത്, പോലീസ് പിടിച്ചെടുത്തത്. അപ്പം ഇത് ആദ്യമേ ഇത് കണ്ടെത്തിയവർക്ക് മനസ്സിലായി ഇത് സംഭവം പ്രണയം അല്ല, മറിച്ച് ഇസ്ലാമിലേക്ക് പഠിച്ചിട്ട് ഒരാൾ സ്വമേധയാ വരുന്ന ഒരു സന്ദർഭമാണ്. അതിനെ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, അതിനോടുള്ള വിയോജിപ്പാണ് പലരെയും ഈ ഘട്ടത്തിലേക്ക് എത്തിപ്പിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഇതൊരു പ്രണയമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇഷ്യൂ ഒന്നും ഉണ്ടാവാതെ തന്നെ വിവാഹവും മറ്റു കാര്യങ്ങളെല്ലാം നടന്ന് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. മതപരിവർത്തനം ഒന്നാമതായിട്ട് അത് ഭരണഘടന തടഞ്ഞിട്ടില്ല. വിശ്വാസ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മതപരിവർത്തനങ്ങൾ നിരന്തരമായി സംഭവിക്കുന്നുണ്ട്. അത് ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാത്രമല്ല, എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ മതത്തിലേക്കും പരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് ലവുമായി ബന്ധിപ്പിച്ചെടുത്താണ് പ്രശ്നമുള്ളത്. നേരത്തെ നടക്കുന്ന മതപരിവർത്തനങ്ങളെ കൂടി ഈ പട്ടികയിൽ വരവെച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയത് എന്ന് ജേക്കബ് ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം അതിന് സന്ദർഭത്തിൽ നിന്ന് മാറ്റി ഇപ്പോൾ മാത്രമായി നടക്കുന്ന അല്ലെങ്കിൽ ലഹുവിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് സൂചിപ്പിച്ചതാണ് പത്രങ്ങൾ ദുരുപയോഗപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അത് പൊതുവായി DGP തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള നിഗമനങ്ങളെ ഒരിക്കലും അത് സാധൂകരിക്കുന്നില്ല. നേരെ മറിച്ച് അതിൽ നിന്ന് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മതപരിവർത്തനത്തെ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ സങ്കുചിത സമീപനമാണ്. അതായത് മതപരിവർത്തനത്തെ പൊതുവിൽ കേരളീയ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനാധിപത്യവാദികൾ കാണുന്നത് വലിയൊരു അസംബന്ധമായിട്ടാണ്. അതായത് ഒരു വിധേനയും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് മതപരിവർത്തനത്തെ കാണുന്നത്. സത്യത്തിൽ ഒരു ജനാധിപത്യ സമൂഹം മതപരിവർത്തനത്തെ ഒരു പൗരാവകാശ പ്രശ്നമായിട്ടാണ് പരിഗണിക്കേണ്ടത്. അതിന് പകരം ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ കരയുമ്പോൾ ഞങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൂടി കിട്ടി എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ ആഹ്ലാദം കൊള്ളുകയാണ്. സത്യത്തിൽ ഇത് മതങ്ങളുടെ അഭിമാനത്തിൻ്റെയോ അവമാനത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും അഭിപ്രായ ആവിഷ്കാരത്തിൻ്റെ, ഓരോ വ്യക്തിയുടെയും അസ്തിത്വപരമായ ഒരു ചുവടുവെപ്പിൻ്റെ പ്രശ്നമാണിത്. അതിനെ ആ രീതിയിലാണ് നാം തിരിച്ചറിയേണ്ടത്.